ആഗോള കത്തോലിക്ക സഭയെ കാലോചിത മാറ്റങ്ങൾക്ക് വിധേയമാക്കിയ ജനകീയ പരമാധ്യക്ഷന്റെ വിയോഗ വേദനയിലാണ് ലോകം. കരുണയുടെ, കനിവിൻ്റെ, എളിമയുടെ വിശുദ്ധ രൂപമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. കരുണയുടെ കാർമ്മികനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പകരക്കാരനെ കണ്ടെത്തുക എന്നാണ് ഇനി വത്തിക്കാന് മുന്നിലുള്ള വെല്ലുവിളി. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ജനകീയത, സഭയ്ക്ക് നൽകിയ പുതിയ പ്രതിച്ഛായ എല്ലാം നിലനിർത്തുന്നയാളാകുമോ പിൻഗാമി? അതോ തീർത്തും വ്യത്യസ്തനായ യാഥാസ്ഥിതിക നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നയാളാകുമോ പുതിയ മാർപ്പാപ്പ? ഏതു തന്നെ ആയാലും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും യുദ്ധങ്ങളുടെയും ഈ ആഗോള സാഹചര്യത്തിൽ ആ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാകും. ആദ്യം കാണാം RDX റാപ്പ്, ശേഷം പുതിയ മാർപ്പാപ്പയാകാൻ പരിഗണിക്കപ്പെടുന്ന ബിഷപ്പുമാരുടെ സാധ്യതാ പട്ടിക കൂടി ചർച്ച ചെയ്യാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അതേ പ്രതിച്ഛായയുള്ള പിൻഗാമിയാകുമോ അതോ യാഥാസ്ഥിതിക നിലപാടുകളുടെ വക്താവാകുമോ പുതിയ പാപ്പ എന്നാണ് വിശ്വാസികളും ലോകവും ഉറ്റുനോക്കുന്നത്. ഇറ്റലിയിൽ നിന്ന് സാധ്യത കൽപ്പിക്കപ്പെടുന്ന കർദിനാൾ പിയത്രോ പരോളിൻ മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്ന കർദിനാൾ മാറ്റിയോ മരിയ സുപ്പി വരെ പട്ടികയിലുണ്ട്. പാപ്പൽ കോൺക്ലേവ് എന്ന തിരഞ്ഞെടുപ്പ് സമ്മേളനം നടത്തിയാണ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുന്നത്. വത്തിക്കാനിലെ സിസ്റ്റൈൽ ചാപ്പലിലായിരിക്കും കോൺക്ലേവ്. 80 വയസ്സിൽ താഴെയുള്ള 138 കർദിനാൾമാർ രഹസ്യ വോട്ടെടുപ്പിലൂടെ പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കും. ഈ പ്രക്രിയ 15 മുതൽ 20 ദിവസങ്ങൾ വരെ നീളാം. സിസ്റ്റൈൽ ചാപ്പലിലെ ചിമ്മിനിയിലൂടെ കറുത്ത പുക ഉയർന്നാൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയായില്ലെന്നർത്ഥം. വെളുത്ത പുക ഉയർന്നാൽ പുതിയ മാർപ്പാപ്പയെ തീരുമാനിച്ചെന്നും. എന്തായാലും സെയിന്റ് പീറ്റേഴ്സ് ചത്തുരത്തിന് അഭിമുഖമായുള്ള ബാൽക്കണിയിൽ നിന്ന് ഹബേമുസ് പാപ്പാം എന്ന് വിളിച്ചു പറയുന്നതിന് ലോകം കാതോർക്കുകയാണ്. നമുക്ക് പാപ്പയെ ലഭിച്ചുവെന്ന ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനവസ്ത്രങ്ങൾ ധരിച്ചെത്തി പുതിയ പാപ്പ വിശ്വാസികളെ അനുഗ്രഹിക്കും. RDX റാപ്പ്, ന്യൂസ് മലയാളം. രാജ്യത്തെ ഏറ്റവും വലിയ അധികാരമുള്ള പദവികളിലൊന്നിൽ ആരൊക്കെയാണ് പരിഗണിക്കപ്പെടുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. കർദിനാൾ പിയത്രോ പരോളിൻ ആണ് ആദ്യ പട്ടികയിലുള്ളയാൾ. 70 വയസ്സ് ഉള്ള ആളാണ് അദ്ദേഹം. വത്തിക്കാൻ ഭരണസമിതിയിലെ രണ്ടാമനാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. 2014 ഫ്രാൻസിസ് മാർപ്പാപ്പ മാർ പിയത്രോ പരോളിനെ കർദിനാളായി ഉയർത്തി. 11 വർഷമായി ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം സേവനം ചെയ്യുന്നയാളാണ് അദ്ദേഹം. ഇറ്റലിയിൽ നിന്നുള്ള വൈദികനായതിനാൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നത് അദ്ദേഹത്തിനാണ്. രണ്ടാമത്തെ ആൾ കർദിനാൾ ലൂയി അന്റോണിയോ ഗോക്കിം ടാഗ്ലെ. 67 വയസ്സുണ്ട് അദ്ദേഹത്തിന്. ഏഷ്യൻ പോപ്പ് ഫ്രാൻസിസ് എന്ന് വിളിക്കപ്പെടുന്ന ഫിലിപ്പീൻസിലെ മനില ആർച്ച് ബിഷപ്പാണ് അദ്ദേഹം. ഏഷ്യയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം വരികയാണെങ്കിൽ ഏഷ്യയിലെ ആദ്യത്തെ മാർപ്പാപ്പയായിരിക്കും. സ്വവർഗാനുരാഗികൾ, വിവാഹമോചിതർ, പുനർവിവാഹിതർ എന്നിവയിൽ ഫ്രാൻസിസ് പാപ്പയുടെ അതേ നിലപാട്. കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന 7ാമത്തെ ഫിലിപ്പിനോ പൗരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സാധ്യത കൽപ്പിക്കപ്പെടുന്നു. മൂന്നാമത്തെ ആൾ കർദിനാൾ ഫ്രിഡോലിൻ അബോങ്കോ ബെസുങ്കു. അദ്ദേഹത്തിനും 65 വയസ്സാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്നുള്ള കർദിനാളാണ് അദ്ദേഹം. ആഫ്രിക്കയിലെയും മഡഗാസ്കറിലെയും എപ്പിസ്കോപ്പൽ കോൺഫറൻസ് അധ്യക്ഷനാണ് ഇപ്പോൾ അദ്ദേഹം. യാഥാസ്ഥിതിക നിലപാടുകളുടെ വക്താവാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന പേരുകളിലൊന്നാണ് അദ്ദേഹത്തിൻ്റേത്. അടുത്തത് കർദിനാൾ പീറ്റർ എർഡോ. അദ്ദേഹത്തിന് 72 വയസ്സുണ്ട്. സുവിശേഷവൽക്കരണ നിലപാടുള്ള ഹംഗറിയിലെ ആർച്ച് ബിഷപ്പാണ് അദ്ദേഹം. യാഥാസ്ഥിതിക പുരോഗമന പക്ഷങ്ങൾക്ക് ഒരേപോലെ പ്രിയങ്കരനാണ് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. യൂറോപ്പ്, ആഫ്രിക്ക സഭാ നേതൃത്വവുമായി അടുപ്പമുണ്ട്. കുടിയേറ്റ വിഷയത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പരസ്യമായി അദ്ദേഹം എതിർത്തിരുന്നു എന്ന സവിശേഷത കൂടെ അദ്ദേഹത്തിനുണ്ട്. അടുത്തയാൾ കർദിനാൾ മാറ്റിയോ മരിയ സുപ്പി. 69 വയസ്സുണ്ട് അദ്ദേഹത്തിന്. ഇറ്റലി ബൊളോഞ്ഞോ ആർച്ച് ബിഷപ്പാണ് അദ്ദേഹം. ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ആളാണ്, കർദിനാളാണ്. റഷ്യ യുക്രൈൻ സമാധാന ശ്രമത്തിൽ മാർപ്പാപ്പയുടെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം. അടുത്തത് കർദിനാൾ പീറ്റർ കൊഡ്വോ ടർക്സൺ. 76 വയസ്സ് അദ്ദേഹത്തിനുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ ഏറ്റവും സാധ്യത അദ്ദേഹത്തിനാണ്. വത്തിക്കാനിലെ വിവിധ വകുപ്പുകളിൽ ഭരണപരിചയമുള്ള ഘാനയിൽ നിന്നുള്ള അംഗമാണ് അദ്ദേഹം. അടുത്തത് കർദിനാൾ വില്യം ജേക്കബ്സ് ഐക്ക്. 71 വയസ്സുണ്ട് അദ്ദേഹത്തിന്. നെതർലാൻഡിൽ നിന്നുള്ള കർദിനാളാണ് അദ്ദേഹം. യാഥാസ്ഥിതികവാദികളിൽ പ്രമുഖനാണ്. മാർ വില്യം ജേക്കബ്സിനെ കർദിനാളായി ഉയർത്തിയത് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയാണ് എന്ന സവിശേഷത കൂടെ അദ്ദേഹത്തിനുണ്ട്. അടുത്തത് 8ാമത്തെയാൾ കർദിനാൾ ഷോൺ മാർക്ക് ആവ്ലിൻ. അദ്ദേഹത്തിന് 66 വയസ്സാണ്. ഫ്രാൻസിലെ മാഴ്സേ അതിരൂപത ആർച്ച് ബിഷപ്പാണ് അദ്ദേഹം. സ്പാനിഷ് കുടിയേറ്റക്കാരുടെ മകനായി അൾജീരിയയിൽ ജനനം. ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ആശയാടുപ്പമുള്ള ജനകീയനായ ബിഷപ്പാണ് അദ്ദേഹം. ഇറ്റാലിയൻ ഭാഷ സംസാരിക്കാൻ അറിയില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പോരായ്മയായിട്ട് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തയാൾ കർദിനാൾ റെയ്മണ്ട് ബർക്ക്. 76 വയസ്സ് അദ്ദേഹത്തിനുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള കർദിനാളാണ് 76-കാരനായ കർദിനാൾ റെയ്മണ്ട് ബർക്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലിബറൽ ചിന്താഗതിയെ പലപ്പോഴും വിമർശിച്ച വ്യക്തി എന്നതുകൂടെ ഈ കർദിനാളിന് സാധ്യത കൽപ്പിക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. അടുത്തത് കർദിനാൾ മരിയോ ഗ്രച്ച്. 67 വയസ്സ്. ബിഷപ്പുമാരുടെ സിനഡിലെ നിലവിലെ സെക്രട്ടറി ജനറലാണ് അദ്ദേഹം.
ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടുകളെ പിന്തുണച്ചവരിൽ പ്രമുഖനാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യമായിട്ട് നമ്മൾ കാണേണ്ടത്. കർദിനാൾ യുവാൻ യോസെ ഒമല്ല 79 വയസ്സ്. അദ്ദേഹത്തിന് സ്പാനിഷ് കർദിനാളാണ്, ബാഴ്സലോണ ആർച്ച് ബിഷപ്പാണ്, സാമൂഹ്യനീതിയുടെ വക്താവ് എന്ന നിലയ്ക്ക് അദ്ദേഹം ഇതിനകം തന്നെ ശ്രദ്ധേയനാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അതേ നിലപാടുകളാണ് എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പേരുകളെല്ലാം ഇപ്പോൾ ഹർഷൻ അന്തരീക്ഷത്തിലുണ്ട്. നമ്മുടെ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ മതത്തിൽപ്പെടാത്ത, അദ്ദേഹത്തോട് അല്ലെങ്കിൽ മതത്തോട് തന്നെ വിമർശനമുള്ള ആളുകൾക്ക് പോലും പ്രിയങ്കരനായിട്ടുള്ള ആളായിരുന്നു പൊതുവിൽ. അതുപോലൊരാൾ വരുമോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വിഷയം. എങ്ങനെ കാണണം അതിനെ? അത് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ പ്രധാനമായും ഈ റിഫോമിസ്റ്റുകൾ അവിടെ, അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കൊപ്പം നിന്നിരുന്ന റിഫോമിസ്റ്റുകൾ, അവർക്ക് തന്നെ ഒരു തുടർച്ചയുണ്ടാവുമോ, അതല്ല പരമ്പരാഗതവാദികൾക്ക്, യാഥാസ്ഥിതികർക്ക് ഇനി തുടർന്നങ്ങോട്ടൊരു മേൽക്കൈ ഉണ്ടാവുമോ, അവരുടെ കയ്യിലേക്ക് ഈ റോമിൻ്റെ അല്ലെങ്കിൽ ഈ പോപ്പ് സ്ഥാനം ലഭ്യമാവുമോ എന്നൊക്കെയുള്ള തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം, ഈ 135 പേര് ഉള്ളതിൽ ബഹുഭൂരിപക്ഷം, ഏതാണ്ട് 80% ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ച കർദിനാൾമാരാണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും പൊതുവെ വിചാരിക്കുന്നത് ഇവരെല്ലാം ഭയങ്കര റിഫോമിസ്റ്റുകളാണ്. അങ്ങനെ മാർപ്പാപ്പ അവിടെ, ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങനെ ഇരുന്നിട്ട് കുറേ റിഫോമിസ്റ്റുകളെ ഇങ്ങനെ നിയമിച്ചു, അവരെല്ലാം കൂടെ ഇനി അടുത്ത പാപ്പയെ തിരഞ്ഞെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ അങ്ങനെയല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. അവിടെ കടുത്ത യാഥാസ്ഥിതികരെയും നിയമിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ്. ഈ വിഷയങ്ങളിലെല്ലാം അവിടെ പലതരത്തിലുള്ള ചർച്ചകൾ വരും. പിന്നെ വലിയൊരു മേൽക്കൈ തീർച്ചയായും അത് മാർപ്പാപ്പയ്ക്ക് ഉണ്ടാകും. കർദിനാൾമാർ അതുപോലെ തന്നെ വലിയ അധികാരമുള്ള ആളുകൾ കൂടിയാണ് സഭയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ചർച്ചകളെല്ലാം, ഇതെല്ലാം പരസ്പരം ഈ ചർച്ചകളിലൂടെ ഈ വിഷയങ്ങളെല്ലാം അവരുടെ ആലോചനയിലൊക്കെ വരുമായിരിക്കും. പക്ഷേ ഓരോ വ്യക്തികളെയും തിരഞ്ഞെടുക്കുമ്പോൾ ഈ വോട്ടിങ്ങിലൂടെയാണ് ഈ വ്യക്തികളെ തിരഞ്ഞെടുക്കുക. അതിൽ ഇത്തവണ ഉണ്ടാവാൻ സാധ്യതയുള്ളത്, മുമ്പൊക്കെ എന്താ പറഞ്ഞാൽ എപ്പോഴും ഇറ്റാലിയൻ താല്പര്യങ്ങൾക്ക് വലിയ പ്രാതിനിധ്യം ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള ചർച്ചകളാണ് ഉയർന്നിരുന്നതെങ്കിൽ ഇത്തവണത്തെ പ്രത്യേകത എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായി 90 രാജ്യങ്ങളിലൂടെ പ്രാതിനിധ്യം അവിടെ ഉണ്ടെന്നുള്ളതാണ്. അത്രയധികം കർദിനാൾമാരെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, ആ വ്യത്യസ്തതയിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ നിയമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണ ഒരു കറുത്ത വർഗ്ഗക്കാരൻ വരുമോ, ഒരു ഏഷ്യക്കാരൻ വരുമോ, ഏഷ്യക്കാരൻ എന്ന് പറയുമ്പോൾ ഫിലിപ്പൈൻസിൽ നിന്നുള്ള ആൾ വരുമോ, എന്തിന് ശ്രീലങ്കയിൽ നിന്ന് പോലും വരുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ പല തലത്തിൽ ഉയർന്നു കേൾക്കുന്നത് അതുകൊണ്ടാണ്. എന്തായാലും ഇത് പൂർണ്ണമായും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രീതികൾ ആ മട്ടിൽ പിന്തുടരുന്ന, അത്രത്തോളം റിഫോമിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര ലിബറലായിട്ടുള്ള ഒരാളായിരിക്കുമെന്ന് നമുക്ക് കരുതുക സാധ്യമല്ല. ഒന്ന്, കത്തോലിക്ക സഭയുടെ ഘടന തന്നെ അതല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു അത്ഭുതമായി സംഭവിച്ചതാണ്, സഭയുടെ ഘടന അതല്ല. മാത്രമല്ല, ഞാൻ നേരത്തെ കഴിഞ്ഞ തവണയും പറഞ്ഞല്ലോ, ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നതിന് ശേഷം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പ്രകടമായ പ്രകടമായ അഭിപ്രായ ഭിന്നതയുണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവർ പോലും, കർദിനാൾമാർ, അവർ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടുകൾക്കെതിരെ അന്ന് രംഗത്തെത്തിയിരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ അഭിപ്രായങ്ങൾക്കനുസരിച്ച് അതിനൊപ്പം, അതായത് പ്രധാനമായും ഇതര മതസ്ഥരുമായിട്ടുള്ള ഒരു സഹകരണം അടക്കമുള്ള വിഷയങ്ങളിൽ ഒരേ നിലപാടുള്ളവരൊന്നും ആയിരിക്കില്ല. കത്തോലിക്ക സഭയുടെ നിലപാടിനനുസരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഇനി ഉണ്ടാവുക എന്നാണ് കരുതാനാവുക. തീർച്ചയായിട്ടും ഹർഷൻ പറഞ്ഞോട് ചേർന്ന് തന്നെ പറയാം. അതായത് ഈ മതം എന്ന് പറയുന്ന ഏർപ്പാട് തന്നെ കുറച്ച് യാഥാസ്ഥിതികമാണ്. അങ്ങനെ മതത്തിന് നിലനിൽക്കാൻ പറ്റും. മതത്തിന് മറ്റൊരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും മതം ലോകത്ത് വളരെ യാഥാസ്ഥിതികമായിട്ട് ഒറ്റ അച്ചിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ നിന്നിട്ടാണ് വന്നത്. അതിനെ വല്ലാതെ ഒരു പരിധിയിലപ്പുറമൊന്നും ആൾക്കാർക്ക് കുലുക്കാൻ പറ്റില്ല. കത്തോലിക്ക സഭ എന്ന് വെച്ചാലും ഇത്തരം കാര്യങ്ങൾക്കകത്തൂടെ തന്നെ കടന്നു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു ഇടതുപക്ഷ പോപ്പ് വരും എന്നൊക്കെ വിചാരിക്കുന്നത് അങ്ങേയറ്റം വലിയ അബദ്ധമായിരിക്കും. അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ ഒരു വലതുപക്ഷ ലോകത്ത് ഈ അതിൻ്റെ അഗ്രസീവ്നെസ് വല്ലാതെ കൂടുമ്പോൾ, അതായത് കുടിയേറ്റക്കാരെ മുഴുവൻ ഓടിക്കണം, ഇതര മതസ്ഥരെ വളരെ വലിയ ശത്രുക്കളായിട്ട് കാണണം, ട്രാൻസ്ജെൻഡേഴ്സ് പോലുള്ള ഈ പൊതുമനുഷ്യർ എന്ന് വ്യവഹരിക്കപ്പെടുന്ന ആളുകൾക്ക് അപ്പുറത്തുള്ള ആളുകളെ അഗ്രസീവായിട്ട് വയലൻ്റായിട്ട് നോക്കണം എന്നൊക്കെ പോലുള്ള തീവ്ര വലതുപക്ഷ നിലപാടുകളിൽ ഒരല്പം മൃദുത്വമുള്ള ഒരാൾ ആ സ്ഥാനത്ത് വന്നാൽ നന്നായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുണ്ടാകുമോ എന്നത് ലോകത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യൂറോപ്പിന് പുറത്തു നിന്ന് മാർപ്പാപ്പ വരുമോ എന്നത് ഒരു ചോദ്യമാണ്. ഈ 1910 100 വർഷം മുമ്പ് മൊത്തം കത്തോലിക്കലിൽ 65% യൂറോപ്പിലായിരുന്നു. ഇപ്പോൾ പക്ഷേ 20% മാത്രമേ യൂറോപ്പിലുള്ളൂ. ബാക്കിയെല്ലാം യൂറോപ്പിന് പുറത്താണ്. അപ്പോൾ യൂറോപ്പിന് പുറത്ത് നിന്ന് ആളുകൾ വന്നാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ ഞാൻ കരുതുന്നില്ല ആഫ്രിക്കയിൽ നിന്നോ മറ്റൊരു മാർപ്പാപ്പ വരും. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വന്നല്ലോ. ബ്ലാക്ക് മാർപ്പാപ്പ വരിക എന്നൊക്കെ പറഞ്ഞാൽ അസാധാരണമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കാനാണ് നമുക്കിഷ്ടം. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ നല്ലതാണ്. ഇറ്റലിയിൽ ഒരു ചൊല്ലുണ്ട്, പാപ്പയായി കോൺക്ലേവിലേക്ക് പോകുന്നയാൾ കർദിനാളായി തിരിച്ചു വരും എന്നാണത്. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള വത്തിക്കാൻ കോൺക്ലേവിൻ്റെ അധികാരത്തെയും അതീവ രഹസ്യ സ്വഭാവത്തെയും സൂചിപ്പിക്കുന്നതാണ് അത്. അടുത്ത പാപ്പ ആരാകുമെന്നതിൽ വെച്ചു പുലർത്തുന്ന ഒരു മുൻധാരണയും ശരിയായേക്കില്ല എന്നർത്ഥം.
ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെടുക പോലും ചെയ്തിട്ടില്ലാത്തൊരു പേരാകും ലോകം കാത്തിരിക്കുന്ന ആ പ്രഖ്യാപനത്തിൽ ഉയർന്നു കേൾക്കുക. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം, ആഗ്രഹിക്കാം. ലോകത്തിന് സ്നേഹത്തിൻ്റെയും ചേർത്ത് നിർത്തലിൻ്റെയും സന്ദേശം പകർന്ന പോപ്പ് ഫ്രാൻസിസിൻ്റെ പിൻഗാമി അദ്ദേഹം വെട്ടിത്തെളിച്ച വഴിയെ തന്നെ നടക്കുന്ന ദൈവദാസനാകട്ടെ എന്ന്.